Hey everyone, welcome back to my channel. ബാക്കിലൊക്കെ ഫുള്ള് സാധനങ്ങളായിട്ടൊരു മെസ്സാണ്. ഞാനിപ്പോ ഒരു ഷൂട്ടിന് പൊക്കോണ്ടിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഷൂട്ട് ഡേ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു സാരി ഷൂട്ടാണ്. അപ്പൊ ഇത് ഞാനൊരു 2-3 ആഴ്ച മുമ്പേ മൈൻഡിൽ വന്ന ഒരു തീം. അപ്പോ അതിന് നമ്മളൊരു ടീം സെറ്റാക്കി ചെയ്യുന്ന എന്റെ തന്നെ ഒരു ഷൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്ന ഒരു ഷൂട്ടല്ല. എനിക്ക് തോന്നിയ ഒരു തീം പെട്ടെന്ന് നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. സോ ഇന്ന് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ പോകുന്നത് ആതിരയാണ്. പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അനീഷാണ്. ഫോട്ടോഗ്രാഫർ ആഷിഖ് ആണ്. ഇവർ 3 പേരായിട്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു TV കമേഴ്ഷ്യൽ ഉണ്ടായിരുന്നു. അതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റും ആയിരുന്നു. ഇപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ആ സെയിം ആൾക്കാരാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഞാൻ DP ആക്കിയിട്ടിരിക്കുന്ന വരെയുള്ള ഫോട്ടോ എടുത്ത് തന്നിട്ടുള്ള ആളാണ് ആഷിഖ്. ആഷിഖിന്റെ ഫോട്ടോഗ്രാഫിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫ്രീ ടൈം നോക്കി നമ്മൾ ചെയ്യുന്ന ഒരു ഷൂട്ട്. സോ ഇപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോകാൻ പോകുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ബേസിക്കലി ഒരു ആന്റീക് ടൈപ്പ് സാധനങ്ങളുള്ള ഒരു സ്ഥലം വേണമായിരുന്നു. അതിന് ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുന്നത് എന്റെ ചേച്ചിയുടെ ഫ്ലാറ്റ് തന്നെയാണ്. അങ്ങനെ ഭയങ്കര ആന്റീക് സംഭവങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം അവിടെ ഫേർണിച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും കുറച്ചൊരു ആന്റിക് ടൈപ്പ് സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. സോ നമ്മളിപ്പോ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്റെ ഫേസ് ഒക്കെ ഞാനിങ്ങനെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഒരുമാതിരി ഭയങ്കര ഓയിലി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എപ്പോഴും ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. അത് ഞാൻ അങ്ങനെ മോയ്സ്ചറൈസറും സീറം ഒക്കെ ഇട്ടിട്ട് ഓയിലി ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ മേക്കപ്പ് ഇടുമ്പോൾ ചില ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ ഡ്രൈ ആവാറുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ആദ്യം പോകാൻ പോകുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അത് ഓൾറെഡി മിനിങ്ങാൻ ഇട്ട് നോക്കി, പക്ഷെ ചെറിയ ഓൾട്രേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അത് പോയിട്ട് തയ്യൽപ്പുരയിൽ നിന്ന് എടുക്കണം. അപ്പൊ അവിടെ ആദ്യം കയറി ബ്ലൗസ് ഒക്കെ ഒന്ന് ട്രയൽ നോക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് ജൂവലറി എടുക്കാൻ പോകണം. ജൂവലറി ഓൾറെഡി എല്ലാം കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു വെച്ച് ഞാനും സ്റ്റൈലിസ്റ്റും കൂടെ ഡിസ്കസ് ചെയ്ത് ഫുള്ള് ജൂവലറി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് പ്യോർ അല്യോറിനാണ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് പ്യോർ അല്യോറിൽ പോയിട്ട് ആ ജുവലറിയും കൂടെ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാൻ. ബ്ലൗസ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കിത് കളക്ട് ചെയ്ത് പോവാം. സാധനം എടുക്കാം. താങ്ക് യു. നാളത്തേക്ക് ഇടാട്ടോ തിരിച്ച്. എനിക്കായോണ്ട് സ്വിസ് ടൈം ഹൗസിന്റെ കവറിലിട്ട് തന്നതാണ്. ഇതാണ് സംഭവം. ഇത് കുറേ ഉണ്ട്. ഇത് ആക്ച്വലി 2 സെറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. 2 സെറ്റ് ഉണ്ടാവേണ്ടതാണ്. ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇതിനി ഞാൻ അവിടെ എത്തിയിട്ട് ഫുള്ള് തുറന്നൊക്കെ കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വീട്ടിൽ പോകാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം സാരി കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സാരി. ഇത് കോർവേയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി എൻ്റെ ചേച്ചി എൻ്റെ കല്യാണത്തിന് ഉടുത്ത സാരിയാണ്. നമ്മൾ അന്ന് ഇത് കോർവേയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇതെനിക്ക് എന്തായാലും കൊടുത്തൊരു ഷൂട്ട് ചെയ്യണമെന്ന്. പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തു. ആണ് ബ്ലൗസ്. ഞാൻ ഇതുകൊണ്ടും കൂടെ കാണിക്കാം. ഇതാണ് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സെറ്റ്. മിക്കവാറും ഇതായിരിക്കും നമ്മൾ ഇടുന്നത്. കാരണം സ്റ്റൈലിസ്റ്റിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി വെച്ച് നോക്കി. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഓപ്ഷൻ ആക്കാൻ ഇതും കൂടെ എടുത്തതാണ്. ഇതാണെങ്കിൽ നമുക്ക് 2 നെക്ക് പീസാണ് വരുന്നത്. ഇയറിങ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ടിക്ക വരുന്നുണ്ട്. പിന്നെ കുറേ റിങ്സ് വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഇയറിങ്. ഇതാണെങ്കിൽ നമ്മൾ നെക്ക് പീസും ടിക്കയും മാത്രമായിട്ടും ചിലപ്പോൾ പെയർ ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇയറിങ്ങും നെക്ക് പീസും മാത്രമായിട്ട് പെയർ ചെയ്യും. അതുപോലെ ബാംഗിൾസ് വരുന്നുണ്ട്. ഇത് ഈ സെറ്റിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ബാംഗിൾസ് ആണ്. പിന്നെ ഈ സെറ്റിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ കുറേ ബാംഗിൾസ് ഉണ്ട്. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാം. ഇതുണ്ട്.
പിന്നെ ഇതൊരു ഒരു നോസ് പിന്നാണ്, ഒരു ചെയിനും കൂടി ഉള്ള ഒരു നോസ് റിങ്ങാണ് വരുന്നത്. ഇതും ഒക്കെ നമ്മൾ എല്ലാം ഇടണമെന്നില്ല, നമ്മൾ ഇതിൽ നോക്കിയിട്ട് വേണ്ടത് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുക. ഇതും 2 ബാംഗിൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്കിനി അവരൊക്കെ വന്നിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ കാണാം. ഹലോ ഗൈസ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഹെയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ലെൻസും വെച്ചിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് ലെൻസാണ് വെച്ചിരിക്കുന്നത്. മിക്കവരും പൊതുവെ കഷ്ടപ്പെടാറുള്ളത് എൻ്റെ ഹെയർ ഒന്ന് ചെയ്തെടുക്കാനാണ്. കാരണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണോ അതോ തിക്നെസ് കുറവായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പൊതുവെ കേൾസ് ഒന്നും അധികം ലാസ്റ്റ് ചെയ്യാറില്ല എൻ്റെ മുടിയിൽ. അതും ഫുൾ കേളി ലുക്ക്, മെസ്സി ബൺ ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ. ആ സാരിക്ക് ചേരുന്ന എന്തെങ്കിലും ഒരു വൈറ്റ് കൊടുക്കട്ടെ, ഒരു സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റും. അത് ഇവിടെ കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് അതോ ഇവിടെ കൊടുക്കണോ? അങ്ങനെ എന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നുന്നു ഗോൾഡും കുറച്ച് മിക്സ് ആക്കി കൊടുക്കാം. അതായത് ഫ്രണ്ടിൽ കുറച്ച്, പിന്നെ സൈഡിൽ കുറച്ച് ഇതും കൂടെ കൊടുക്കാം, മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു. സോ നിങ്ങൾ കണ്ട പോലെ ഒരു വലിയ ഡിസ്കഷൻ കഴിഞ്ഞ് ഇവർ രണ്ടാളും ഐ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തി. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കെപ്പോഴും എന്നെ വേറൊരാൾ ഒരുക്കുന്നതാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമെന്ന് തോന്നണം. കാര്യം എനിക്ക് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സ് ആണെങ്കിൽ പോലും ഞാൻ എപ്പോൾ ഒരുങ്ങി വന്നാലും ഞാൻ ഹെയറൊക്കെ എപ്പോഴും ഒരു സെയിം രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാകാം, അധികം എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാത്തതുകൊണ്ടാവാം, എനിക്ക് ഏകദേശം ഒരു സെയിം ലുക്കാണ് എപ്പോഴും തോന്നാറ്. പക്ഷെ വേറൊരാൾ ഒരുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇത്തവണ ഞാനും സ്റ്റൈലിസ്റ്റും ഒരേപോലെ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊരു പൊട്ട് ചെയ്യാമെന്ന്. ബാജിറാവ് മസ്താനിയിൽ പ്രിയങ്ക ചോപ്രയൊക്കെ ചെയ്തിട്ടുള്ള പോലെ. പക്ഷേ ആ ഹാഫ് മൂണും ഡോട്ടിന് പകരം നമ്മളൊരു ലൈനാക്കി, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റൈലിസ്റ്റ് ആതിരയ്ക്ക് അത്യാവശ്യം നല്ലോണം പടം വരയ്ക്കാനൊക്കെ അറിയുന്നതുകൊണ്ട് ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, കുറച്ച് ഫിനിഷിങ് ടച്ചസേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ സാരി ഡ്രേപ്പിങ്ങിലേക്ക് കടന്നു. സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഈ സാരിക്ക് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സാരി കുറച്ച് വിട്ട് കൂട്ടിയിട്ടും ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രേപ്പിസ്റ്റ് കുറച്ച് അധികം കഷ്ടപ്പെട്ടു. ബട്ട് ഷീ റിയലി ഡിഡ് എ വെരി ഗുഡ് ജോബ്. അപ്പോൾ ജ്വല്ലറി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ പേളിൻ്റെ സെറ്റ് തന്നെയാണ് നമ്മൾ എടുത്തത്. കാരണം മറ്റേത് ഫുൾ സ്റ്റോൺസ് ആയതുകൊണ്ട് ചിലപ്പോൾ വൈറ്റിഷ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നി ഫോട്ടോയിൽ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ അതും. ഇത് കിടക്കണ പോലെ തന്നെ കിടക്കുന്നത് രണ്ട് സൈഡിലും ഇപ്പോൾ നമ്മളുടെ ഹെയറും ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു മെസ്സി ബൺ തന്നെയായിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ താഴെ അനീഷും ആതിരയും കൂടെ എനിക്ക് ഫേക്ക് നെയിൽസ് സ്റ്റിക്ക് ചെയ്യുകയാണ്. കുറച്ചായിട്ട് ഞാനിപ്പോൾ നെയിൽസ് അധികം ചെയ്തിട്ടില്ല, കാരണം നെയിൽസ് കണ്ടിന്യൂസ് ആയി ചെയ്ത് എൻ്റെ നെയിൽസിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. എല്ലാവരും പോയാ അപ്പോൾ ഫുൾ റെഡി ആയി കഴിഞ്ഞപ്പം ഇങ്ങനെയായിരുന്നു ആ ഫൈനൽ ലുക്ക് വന്നത്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ലുക്കായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഔട്ട്പുട്ട് കമ്പൈൻഡ് എഫേർട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും. അതുകൊണ്ട് ആ ഔട്ട്പുട്ട് അടിപൊളിയായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. പിന്നെ ഫോട്ടോസ് ആണെങ്കിലും നല്ലതായിരുന്നു. നമ്മളുടെ ആഷിക്കും ടീമും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ പോയി. നമുക്ക് ക്ലിയർ ആയിട്ട് ഇത്രയും ഇങ്ങനെ പിക്ചേഴ്സ് ആൻഡ് വീഡിയോ ഇങ്ങനെ ആയിരിക്കണം വേണ്ടതെന്നൊരു ഐഡിയ ഉള്ളതുകൊണ്ട് എല്ലാം അത്യാവശ്യം സ്മൂത്തായിട്ട് പോയി. പിന്നെ നമ്മളൊരു കൺസ്ട്രെയിൻഡ് ആയിട്ടൊരു ചെറിയ സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ആ ഒരു 2-3 ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ നമ്മൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് കഴിഞ്ഞു.
ഈ ഷൂട്ട് ഇവിടെ പ്ലാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇവിടെ ഫോയറിൽ വരുന്ന ഈ ഒരു മിററാണ്. കാരണം എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്തായാലും കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് വേണം എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഡിസൈഡഡ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോട്ടോസൊക്കെ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം. ആൻഡ് ഇതല്ലാതെ കൂടുതൽ ഫോട്ടോസ് കാണണമെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം.